ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ മേലെ പുറത്തിറക്കിയ പുതിയ ഗെയിമാണ് ബസ് സിമുലേറ്റർ ഇന്ത്യ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഞാൻ നമ്മളെ ഗെയിം ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മുടെ മേലെ പുതിയതായിട്ട് ഇറക്കിയ ബസ് സിമുലേറ്റർ ഇന്ത്യ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് എന്താ പറയുക ഗെയിം വരണത്. ഓക്കെ, അപ്പോൾ നോർമൽ പോലെ തന്നെയാണ്, വേറെ ഒരു മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. നമുക്കെന്തായാലും ഗെയിമിൽ ഞാൻ മോഡെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ നെറ്റ് ഓൺ ആക്കിയാണ് നിങ്ങൾക്കെല്ലാം കാണിച്ചത്. മോഡ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടില്ലേ. നമുക്കിതിൽ മോഡ് ആഡ് ചെയ്യാൻ പറ്റും. ട്രാഫിക് ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നും ഞാൻ നോക്കിയില്ല. അതെല്ലാം നോക്കിയിട്ട് അടുത്ത പാർട്ട് 2 ഞാൻ കാണിച്ചത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളെ ഗെയിമിൻ്റെ ട്രാഫിക് ഇല്ലാത്ത ഒരു ഗ്യാരേജ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഓരോ നമ്മളെ ബസ് സിമുലേറ്റർ പോലെ തന്നെയാണ്. ഞാനൊന്ന് ലോഗിൻ ചെയ്തോട്ടെ. ലോഗിൻ ചെയ്യാൻ നേരത്തെ നെറ്റ് നമ്മൾ ഓണാക്കണം. നെറ്റ് ഓണാക്കാൻ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ എത്തിക്കണമെന്ന് തോന്നി. ഓക്കെ, പിന്നെ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അതെൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ അതാ ഗെയിമിൻ്റെ ആണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും മേലെ കിട്ടില്ലായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അപ്ഡേഷനുകൾ വരാം. ഓക്കെ, ഇതിന് വേണ്ടി സെപ്പറേറ്റ് ട്രാഫിക്കും വരാം. അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ ഇപ്പം. ഓക്കെ, അപ്പം എന്താ ഇതാണ് ഈ ഇൻ്റർഫേസ്. ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ ലോഗിൻ ചെയ്തിട്ട് വരാം ഗൈസ്, ഇല്ലെങ്കിൽ പരസ്യം വരും. ഓക്കെ ഗൈസ്, ലോഗിനൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഈ ഡ്രൈവറിനെ കാണിച്ചാൽ ഇതാണ് ഒന്നാമത്തെ ഡ്രൈവർ, കണ്ടില്ലേ. ഇത് രണ്ടാമത്തെ ഡ്രൈവർ. മൂന്നാമത്തെ ഡ്രൈവറാണ് ഇത്തിരി ലുക്കുള്ളത്. നാലാമത്തെ ഒരാളാണെങ്കിൽ ഒരു സിക്കാണ്. അഞ്ചാമത്തെ ഒരു ലേഡിയാണ്. പിന്നെ ഇതിലൊരു ആറാമത്തത് ഒരാളും കൂടിയാണ്. ഇതിൽ കുറച്ചധികം ആൾക്കാരെ ഇതിൽ നമ്മുടെ എന്താ പറയുക മേലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ ഗെയിമിലാണെങ്കിൽ 2 പേരെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഗെയിമിൽ ബെസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഗെയിമിനകത്ത് ഗ്യാരേജിനകത്ത് ഒരു പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വച്ചിങ്ങനെ വയ്ക്കാം. പക്ഷെ അത് തൊടുമ്പം അത് ആ രീതിയിലോട്ട് പോകരുത്. അങ്ങനെ രീതിയിൽ ചെയ്യണമായിരുന്നു. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. നമുക്ക് എന്തായാലും ഗെയിമിൽ മാപ്പ് മോഡ് കാര്യങ്ങളായിരുന്നു നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം. ഫ്രീ മാപ്പ് മോഡ് ഇതിൽ ഞാൻ കുറച്ച് സ്ഥലത്ത് പോയായിരുന്നു. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ ഇതിൽ മെയിനായിട്ടും ഉള്ളത്. ഓക്കെ, ഇത്തരം സ്ഥലങ്ങളാണ് നമ്മൾ ഇതിലുള്ളത്. അപ്പോൾ നമുക്കിത് ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാൻ കൊച്ചി ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. നമുക്ക് ഇനി പോവാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് കുറച്ച് മാപ്പുകൾ വരാനുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ബാംഗ്ലൂരും തൊട്ട് ഹൈദരാബാദ് വരെ പോവാം. ഓക്കെ, ഹൈദരാബാദ് വരെ പോകും. നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗോ കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇൻ്റർഫേസ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നെയാണ് ഇൻ്റർഫേസും കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇത് വരട്ടെ ഗൈസ്. ഇവിടെ ബസ് സിമുലേറ്റർ ഇന്ത്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഇന്ത്യയുടെ ഫ്ലാഗ് ആയിട്ടുള്ള ഓറഞ്ച്, ഗ്രീന്, വൈറ്റ് ആ സംഭവം എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇതിൽ സൗണ്ട് കേൾക്കില്ല. ഇതിലും കേൾക്കത്തില്ല. ഒറിജിനലായിട്ട് നമ്മൾക്ക് ഇതിൽ സൗണ്ട് കേൾക്കത്തില്ല. അത് ഞാൻ ഇത് 2 റെക്കോർഡ് ചെയ്യണതുകൊണ്ടാണ് ഇതിൽ സൗണ്ട് ഇല്ല ഗൈസ്. ഓക്കെ, ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ സൗണ്ട് ഇല്ല. ബ്രേക്കിനും ഹോണിനും മാത്രമേ സൗണ്ട് ഉള്ളൂ. വേറെ ഒന്നിനും നമുക്കിതിൽ വേറെ ബസ് ഓടുമ്പോൾ സൗണ്ട് ഇല്ലാതാണ്. ഒരു ഇലക്ട്രിക്കിന് പോലും ഇത്ര സൗണ്ട് കാണും, അതുപോലും ഇല്ല. ഓക്കെ, പിന്നെ ഇതിൽ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ നടന്നു പോകും. നമ്മുടെ ETS2 പോലെ റോഡിൽ കൂടെ വണ്ടി വരണമില്ല നോക്കാതെ നോക്കി പോവില്ല. ഓക്കെ, കണ്ടില്ല, ഇപ്പോഴും ആൾക്കാരിങ്ങനെ പോകുന്ന ഗൈസ്. കണ്ടില്ല, ഇത് ഒരു നടക്കൂടെ ഒരു അമ്മച്ചി പോകുന്നുണ്ട്. ഓക്കെ, വണ്ടി കയറി ഇറങ്ങിയൊക്കെ പോയി. എന്നിട്ട് ആൾക്കൊന്നും പറ്റിയില്ല. നമ്മൾ ETS2 പോലെ ഈ വരികയാണ് ഗൈസ്. ഓക്കെ, എന്ത് പറയാനാ. അതേപോലെ ഡീറ്റെയിൽ കിഡിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആംബുലൻസൊക്കെ റോങ് സൈഡൊക്കെ കയറി പോകുമെന്ന് തോന്നുന്നു. അത് നമ്മളാണ് റോങ് സൈഡ് കയറണമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, പിന്നെ സ്റ്റിയറിങ് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ബസ് സിമുലേറ്റർ എന്താ പറയുക ചെറുതായിട്ട് മാറിയെന്നാണ് തോന്നുന്നത്. എനിക്ക് കൃത്യം അറിഞ്ഞൂടാ. എന്തായാലും നമ്മളെ ബസ് സിമുലേറ്റർ ഇന്ത്യ എന്നുള്ളൊരു ബാഡ്ജും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആനിമേഷൻ കീസ് എല്ലാം വർക്കിംഗ് ആണ്. നമ്മളെ ബസ്സിലെ പോലെ തന്നെയാണ്. ഓക്കെ, ചെറിയ മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി അപ്ഡേഷനിൽ നമുക്ക് വണ്ടിയിൽ സൗണ്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു.
ഓക്കെ, ഹോണും കാര്യങ്ങളെല്ലാം ബാക്കി ഞാൻ പാർട്ട് 2-ൽ കാണിച്ചു തരാം. ആ പാർട്ട് 2-ലായിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത്. കണ്ടില്ലേ, ഇഷ്ടംപോലെ ഞാൻ ഇപ്പോൾ ഇടിച്ചിട്ട വണ്ടിയാണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, നമ്മളിതവിടെ നൈസാ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ വണ്ടി ഇടിച്ച കാര്യമില്ല, ചപ്പും കാര്യങ്ങളൊക്കെയാണ്, ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട്. ഇത് ട്രാഫിക് എഴുതാൻ പറ്റൂല്ല ഞാൻ നോക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പം പാർട്ട് 2 ഉടനെ തന്നെ വരും. ജസ്റ്റ് ഒന്ന് ഞാൻ ഡ്രൈവർ ഇതാ ഇങ്ങനെയാണ് ഗൈസ് നിൽക്കുന്നത്, നല്ല കിടിലായിട്ട് നല്ല പോസ്റ്റിലൊക്കെയാണ് നിൽക്കുന്നത്. എന്താ പറയുക, ചെറുക്കൻ വിഷയമാണ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഇതാണ് നടുത്തം കാര്യങ്ങളെല്ലാം, ഇതാണ് ഡാൻസ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്ത് പറയാനാ. ഓക്കെ, ചാടാൻ ഒന്നും കുഴപ്പമൊന്നുമില്ല, അതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.